ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഡ്വെൻറ്റ് സീസണിലെ 17-ാം ദിവസം പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുന്നതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 1 വേഴ്സസ് 18-23. കർത്താവിൻ്റെ ജനനത്തോടനുബന്ധിച്ച് ജോസഫിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളാണ് ഈ ഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. വേദപുസ്തകത്തിൽ വളരെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ ജോസഫിനെ നമുക്ക് കാണുവാനായി സാധിക്കുന്നുള്ളൂ. ഒരു നിശബ്ദ സാന്നിധ്യമെങ്കിലും വളരെ ശക്തമായ വ്യക്തിത്വം അല്ലെങ്കിൽ വളരെ പ്രാധാന്യമേറിയ ഒരു കഥാപാത്രമാണ് ജോസഫ്. ജോസഫിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട 2 ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. ഒന്നാമതായിട്ട്, അപരൻ്റെ വേദനയെ തിരിച്ചറിയുക, ഫീലിംഗ് അതേഴ്സ് പെയിൻ. വാക്യം 19 നാം ഇപ്രകാരം വായിക്കുന്നു: അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു. തനിക്ക് വേണ്ടി വിവാഹം നിശ്ചയിക്കപ്പെട്ട പെൺകുട്ടി ഗർഭിണിയാണെന്നറിഞ്ഞിട്ടും അവളെ ഉപേക്ഷിക്കുവാൻ അക്കാലത്തെ നിയമം തനിക്ക് അനുകൂലമായിരുന്ന സാഹചര്യത്തിലും താനത് ചെയ്താൽ മറിയയുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന പ്രയാസങ്ങൾ, അതായത് പൊതുജനത്തിൻ്റെ മധ്യത്തിൽ നിന്ദാപാത്രമായേക്കാവുന്ന സാഹചര്യം, അവൾക്കുണ്ടാകാവുന്ന മാനസിക സംഘർഷങ്ങൾ, വേദനകൾ, ഇവയൊക്കെയും ജോസഫിൻ്റെ മനസ്സിനെ അലട്ടിയിട്ടുണ്ടാകാം. അതിനാൽ ജോസഫ് വളരെ രഹസ്യമായി മറിയയെ ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്നു. എന്നാൽ താൻ ഏറെ പ്രതീക്ഷയോടെ തൻ്റെ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുത്ത പെൺകുട്ടി സമൂഹത്തിൽ അപമാനിതയാകരുതെന്ന് ജോസഫ് ഹൃദയത്തിൽ ആഗ്രഹിച്ചു. അവളോടുള്ള ഒരു കരുതലിൻ്റെ, സ്നേഹത്തിൻ്റെ മനോഭാവം നമുക്കവിടെ കാണുവാനായി സാധിക്കും. ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടിൽ മറ്റുള്ളവരുടെ വേദനയെ മനസ്സിലാക്കുവാൻ നാം എത്രമാത്രം ശ്രമിക്കുന്നു? സഹചരുടെ പ്രയാസങ്ങളെ കാണുവാനോ അതിനെ ഉൾക്കൊള്ളുവാനോ നമുക്ക് കഴിയുന്നുണ്ടോ? പലപ്പോഴും വേദനകൾ കണ്ടിട്ടും അതിനെതിരെ മുഖം തിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഞാൻ കാരണം മറ്റുള്ളവർ വേദനപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കാതെ ജീവിതം നയിക്കുമ്പോൾ ഇവിടെ ജോസഫ് നമുക്ക് അനുകരണീയമായ മാതൃക കാട്ടിത്തരുന്നു. രണ്ടാമതായി, ദൈവഹിതത്തിന് വിധേയപ്പെടുക, സറണ്ടറിങ് ടു ഗോഡ്സ് വിൽ. വാക്യം 20 ഇപ്രകാരം പറയുന്നു: ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യൂസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. ഇവിടെ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി പറഞ്ഞ വാക്കുകളെ മാനിക്കുകയാണ് ജോസഫ് ചെയ്യുന്നത്. ദൂതൻ്റെ വാക്കുകൾക്ക് മറിച്ചൊന്ന് ചിന്തിക്കാതെ അതനുസരിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന തിക്തമായ അനുഭവങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്ന ജോസഫിനെ നമുക്ക് കാണുവാൻ കഴിയും. ബേത്ലഹേമിലേക്കുള്ള യാത്ര, വഴിയമ്പലങ്ങൾ തേടിയുള്ള അലച്ചിലുകൾ, പൈതലിന് കൊടുക്കേണ്ട പരിചരണങ്ങൾ, എല്ലാറ്റിനുമുപരി ശിശുവിന് പേരിടുവാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെടുന്നു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹെരോദാവിൻ്റെ ആജ്ഞയെ പേടിച്ച് എപ്പോൾ മടങ്ങി വരാൻ സാധിക്കും എന്ന് പോലും അറിയാതെ രാത്രിയിൽ തന്നെ തിടുക്കത്തിൽ ഭാര്യയെയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് മിസ്രൈമിലേക്ക് പലായനം ചെയ്യുന്ന ജോസഫിനെ കാണുവാൻ കഴിയും. യാതനകളുടെയും ക്ലേശങ്ങളുടെയും മധ്യേയുള്ള യാത്ര. ദൈവത്തിൻ്റെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സുഖകരമായ അനുഭവങ്ങൾ മാത്രമല്ല, മറിച്ച് പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ മധ്യത്തിലൂടെ നമുക്ക് യാത്ര ചെയ്യേണ്ടതായി വരും. എന്നാൽ പതറാതെ മുൻപോട്ട് പോകുവാൻ അചഞ്ചലമായ ദൈവവിശ്വാസം നമുക്ക് ആവശ്യമാണ്. ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ടുള്ള നമ്മുടെ ജീവിതം നയിക്കുമ്പോൾ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള ധൈര്യം നമുക്ക് ലഭിക്കും. പ്രിയരെ, 2 ചിന്തകളാണ് ജോസഫിൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കുവാനായി ശ്രമിച്ചത്. 1, അപരൻ്റെ വേദനയെ തിരിച്ചറിയുക. 2, ദൈവഹിതത്തിന് വിധേയപ്പെടുക. നീതിയുടെ ഒരു വിശാല തലമാണ് ജോസഫ് നമുക്ക് കാട്ടിത്തരുന്നത്. ലോകപ്രകാരം ശരിയെന്ന് കരുതുമ്പോഴും സ്നേഹത്തിനും കരുതലിനും പ്രാധാന്യം ഏറെയാണെന്ന് ജോസഫ് നമ്മെ പഠിപ്പിക്കുന്നു. സ്നേഹത്തിൽ അധിഷ്ഠിതമായും അനുസരണ മനോഭാവത്തോടെയും മുൻപോട്ടുള്ള നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ
ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഈ ജീവിതം അർത്ഥവത്തായി നയിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. സാഹചര്യം സ്നേഹിച്ച് അവരുടെ വേദനകളെ തിരിച്ചറിഞ്ഞ് ദൈവഹിതത്തിന് കീഴ്പ്പെട്ട് ദൈവവചനത്തിന് കാതോർത്ത് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.